കുടുംബത്തിന് വീട് ലഭിക്കാൻ സഹായിക്കുന്ന പദ്ധതിയോ? അർഹരായവർക്ക് മാസം തോറും പെൻഷനോ? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ വായ്പയോ? യെസ്, കേരളത്തിലെ സാധാരണക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരള സർക്കാർ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും സംരംഭകർക്കുമായി ഒട്ടേറെ മികച്ച പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല, എലിജിബിലിറ്റി ഉണ്ടോ എന്നറിയില്ല. ഇന്നത്തെ വീഡിയോയില് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായവും ഇൻഷുറൻസ് പരിരക്ഷയും അല്ലെങ്കിൽ ഇൻഷുറൻസ് സുരക്ഷയും തൊഴിലവസരങ്ങളും നൽകുന്ന 8 മികച്ച കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഇൻഷുറൻസും ലോൺ സഹായവും ഒക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്കാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാള യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. നമുക്ക് സമയം കളയേണ്ട, ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. ഇത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. അർഹരായ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിലവിൽ മാസം 2000 രൂപയ്ക്ക് അടുത്ത് എന്ന നിരക്കിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത്. എനിക്കറിയാം പലർക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം, പക്ഷേ ധാരണ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ പെൻഷൻസാ നോക്കിയാലോ. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ. ഇത്രയും പെൻഷൻസ് ആണ് നമ്മളെ കേരള ഗവൺമെന്റ് ഇവർക്ക് ഈ അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ പ്രായമായ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പെൻഷൻ അർഹതയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് അവർക്കത് അർഹതയുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. അതുപോലെ വിധവകൾക്കും അർഹരായ ഭിന്നശേഷിക്കാർക്കും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കും ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ, എലിജിബിലിറ്റിയിൽ അവർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 1600 രൂപ അല്ലെങ്കിൽ 2000 രൂപ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കുന്ന ഒരു പൈസയല്ല. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓരോ പെൻഷൻ വിഭാഗത്തിനും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. വരുമാനം, കുടുംബ സാഹചര്യം, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, പിന്നെ ഡോക്യുമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് അർഹത തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്ര പെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ എലിജിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതും ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതും നിങ്ങളാണ്. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് എലിജിബിലിറ്റി പരിശോധിക്കാൻ സാധിക്കും. അവരോട് പോയി ചോദിച്ചാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് അല്ലാതെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് കാണാനും മറക്കരുത്. അപ്പൊ നമുക്ക് രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് മിഷൻ. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. ലൈഫ് മിഷൻ എന്നത് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് സ്വന്തമായിട്ടൊരു മേൽക്കൂരയില്ല അല്ലെങ്കിൽ ഷെൽട്ടർ ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഈ പദ്ധതി നമുക്ക് നോക്കിയാലോ. കേരളത്തിൽ വീടില്ലാത്തവർക്കും ഭൂമിയില്ലാത്തവർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ഭവന നിർമ്മാണ പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് വീട് വെക്കാൻ 4 ലക്ഷം രൂപ നമ്മുടെ ഗവൺമെന്റ് ഒരു സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കും. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ വീട് നൽകുന്നുണ്ട്. അതും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സ്വന്തമായി പൂർണ്ണമായിട്ട് ഒരു വീടില്ലാത്ത കേരളത്തിലെ സ്ഥിരവാസികൾക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് 2026 ലൈഫ് മിഷൻ ഔദ്യോഗിക പോർട്ടലിൽ എലിജിബിൾ ബെനിഫിഷ്യറീസ്, അപ്രൂവ്ഡ് ബെനിഫിഷ്യറീസ്, ഫണ്ട് റിലീസ്, ഹൗസ് കൺസ്ട്രക്ഷൻ സ്റ്റേറ്റസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്താലും കിട്ടും. കൂടാതെ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ ലൈഫ് മിഷൻ ബെനിഫിഷ്യറി സ്റ്റേറ്റസ് നിങ്ങൾക്ക് പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാലും മതി. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, പോയിട്ട് കാണാൻ മറക്കരുത്. ഒരുവിധം എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കല്ലേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതായത് 8 സ്കീമുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 8 സ്കീമുകളും എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് എത്തിക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഉപകാരപ്പെടുക.
അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഞാനൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഇനി മൂന്നാമതായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ KASP. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വലിയ രോഗം വന്നാൽ ചികിത്സാ ചെലവ് കാരണം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരാറിലാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. നമുക്കറിയാം, നല്ലൊരു ഹെൽത്ത് ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പൈസ കൊടുക്കണം. സോ ഇത്തരം സാഹചര്യങ്ങളിൽ അർഹരായ കുടുംബങ്ങൾക്ക് വലിയ സഹായമാകുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ സ്കീമാണ് കാസ്പ് എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സംയോജിപ്പിച്ച് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഇതിന്റെ ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ കിടത്തി ചികിത്സാ പരിരക്ഷ ലഭിക്കും. ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിൽ അംഗമാകാൻ സാധിക്കും. അതുപോലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതിനൊരു പ്രത്യേക കൗണ്ടർ ഉണ്ടാകും. സോ നിങ്ങളുടെ റേഷൻ കാർഡും ആധാറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ലൈക്ക് നിങ്ങൾക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അപ്ലൈ ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്കും അവരുടെ ഇപ്പം പാർട്ട്നേഴ്സിനും ഉൾപ്പെടെ പ്രതിവർഷം 3 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കും. കൂടാതെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ പ്രത്യേക അധിക തുകയും ഈ ഒരു സ്കീമിലൂടെ ലഭിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആദ്യമേ നിങ്ങൾക്കുള്ള അസുഖവും ഈ ഒരു സ്കീമിലൂടെ കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. യോഗ്യതാ മാനദണ്ഡത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഇവർക്കൊക്കെ ഇത് ലഭിക്കും. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. എന്താണെന്നല്ലേ ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഐഡിയേഷൻ ഗ്രാന്റ്, അതായത് വിപ്ലവകരമായ ആശയങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണിത്. വളരെ കുറഞ്ഞ പലിശയിൽ ലോണുകളും പ്രോജക്ട് ഫണ്ടിങ്ങും ഇതിനു വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സോ ബിസിനസ് തുടങ്ങാൻ ഇൻക്യുബേഷൻ സെന്ററുകളും മെന്റർഷിപ്പും ഇതിനോടൊപ്പം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നൂതന പ്രൊജക്റ്റുകളും നല്ല നല്ല ആശയങ്ങളൊക്കെ ഉള്ള യുവാക്കള്, വിദ്യാർത്ഥികള്, പുതിയ സംരംഭകര്, ഇവർക്കൊക്കെ ഈ ഒരു സ്കീമിലേക്ക് വേണ്ടി അപേക്ഷിക്കാം. ഇനി അപേക്ഷിക്കുന്ന രീതി എങ്ങനെയാണെന്നല്ലേ, startupmission.kerala.gov.in എന്ന പോർട്ടൽ വഴി നിങ്ങൾക്ക് പ്രപ്പോസലുകൾ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ആറാമത്തെ ആ ഒരു സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് കേരള നോളജ് ഇക്കണോമി മിഷൻ. പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം, അതായത് അവർക്ക് വേണ്ട ഇപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള അറിവുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് അവരുടെ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കൊടുക്കുക. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ KKEM ആപ്പ് അല്ലെങ്കിൽ പോർട്ടലിൽ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിലൂടെ കോഴ്സുകളും വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള നിരവധി ജോലി സാധ്യതകളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇത് ആർക്കൊക്കെയാണ് പ്രയോജനം നോക്കിയാലോ, ഡിഗ്രി, ഡിപ്ലോമ, മറ്റ് തൊഴിലധിഷ്ഠിത യോഗ്യതയുള്ള തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ ഒരു സ്കീം വളരെയേറെ ഹെൽപ്ഫുൾ ആണ്. ഇനി നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ASAP കേരള. വിദ്യാർത്ഥികളുടെ സ്കിൽ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്കീമാണ് ASAP കേരള. ASAP കേരള മീൻസ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. എന്താണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് സ്കില്ലുകൾ പഠിപ്പിച്ചു നൽകുന്ന സർക്കാർ സംവിധാനമാണ് ASAP എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ASAPൽ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ AI, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ് തുടങ്ങിയ നൂതന കോഴ്സുകൾ സൗജന്യമായോ കുറഞ്ഞ ഫീസിലോ നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. സ്വയം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പലിശരഹിത വായ്പയാണിത്. പരമാവധി 50,000 രൂപ വരെ സഹായമായി ലഭിക്കും. ഇതിൽ 50%, അതായത് ഒരു 25,000 രൂപ സർക്കാർ സബ്സിഡിയാണ്. ഇത് ആർക്കൊക്കെ യോഗ്യത എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതരായ വിധവകൾക്ക്, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക്, ഇപ്പൊ ഭർത്താവ് ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്നുള്ള അങ്ങനെയുള്ള ലേഡീസിന്, അതുപോലെ SC/ST കാറ്റഗറിയിലുള്ളവർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴിയും നിങ്ങൾക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങൾ അറിയുകയും അതുപോലെ അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പൊ എല്ലാ സ്കീമിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾ എപ്പോഴും തലക്കിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പദ്ധതി ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പേരുകൾ മാത്രം പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി, നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് പലർക്കും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പദ്ധതികൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ ഏത് സ്കീമിലും നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്
മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക പോർട്ടൽ വഴി നിങ്ങൾക്ക് എലിജിബിലിറ്റി കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റാൻഡം ലിങ്ക്സ് ഉപയോഗിച്ച് ഒരിക്കലും അപേക്ഷിക്കരുത്. ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെട്ട ഓഫീസുകൾ വഴിയോ മാത്രം നിങ്ങൾ വിവരങ്ങൾ പരിശോധിക്കുക, അപ്ലൈ ചെയ്യുക. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളും മറ്റ് ഫിനാൻഷ്യൽ ടിപ്സും അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.